ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ നാടിനെ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന നമ്മൾ പോലും കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് രാജ്യത്തിന് പുറത്ത് പോയാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് കണ്ട് വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട പിള്ളേരും അവർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. പറയുമ്പോൾ ഇവിടുന്ന് UK, കാനഡ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ പോയിട്ട് ബാത്റൂം കഴുകലും, എന്താ പറയുക, ആപ്പിൾ ഫാമിൽ വർക്ക് ചെയ്യുക, പശുവിൻ്റെ ഫാമിൽ വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെയും ചെയ്യാമല്ലോ. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മളിവിടെ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് അവിടെ പോയിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പകുതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആവുന്നില്ല. പക്ഷേ ആ മൈൻഡ് സെറ്റ് മാറുകയാണ്. ട്രിപ്പ് പോകണം, ടൂറ് പോകണം, പല പല ഡെസ്റ്റിനേഷനിലേക്ക് പോകണം, പല കൺട്രീസിൽ പോകണം. വീടിൻ്റെ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് പോലും കാണാത്ത ആൾക്കാരാണ് വിദേശത്ത് പല രാജ്യങ്ങളും കാണാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി അതൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ വേറൊരു രാജ്യത്ത് കാണാൻ പോകുമ്പോൾ അവിടുത്തെ എക്കണോമിയിൽ നമ്മുടെ പൈസ ചിലവാകുന്നു. അത് നമ്മുടെ ഇവിടെ യൂസ് ആവേണ്ട പൈസയാണ് അത് അവിടെ പോയി ചിലവാക്കുന്നത്. സോ അതുകൊണ്ട് അവിടുത്തെ രാജ്യങ്ങൾ പുരോഗമിക്കുന്നു, നമ്മുടെ ഇവിടെ പുരോഗമനം ഉണ്ടാകുന്നില്ല. നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നി. പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കാനാണെങ്കിൽ നാട്ടിലത്തെ ഒരു സാലറിയുടെ ഒരു സ്ലാബ് വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ച് അതിലേക്ക് ഇറങ്ങി അതിൽ ക്ലിക്കാവണം. അതിൽ ക്ലിക്കായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുട്ടികളിലൊക്കെ ഫെഡപ്പ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് സർവേയിൽ പറയുന്നുണ്ട് പോയ കുറേ ആളുകളൊക്കെ തിരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു സൂചനയാണ്.